ചേച്ചി നന്നായി സംസാരിച്ച് പിന്നെ കുട്ടിയോളും വേണ്ടാച്ചിട്ടാണ് വീട്ടിലാരൊക്കെയുണ്ട്? ഇവിടെ എറണാകുളത്ത് ഞാനും ഹസ്ബൻഡും കുട്ടികളും. മൂത്താള് BBA LLBക്ക് ഇപ്പൊ ബാംഗ്ലൂർ ക്രൈസ്റ്റിൽ ജോയിൻ ചെയ്തു. ചെറിയ ആള് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടി ഒരു ഓണപ്പാട്ട് പാടിത്തരാം. ഞാൻ തന്നെ പാടിയൊരു പാട്ട് പാടാം. എൻ്റെ ഒരു പാട്ട് കുറേ ഇങ്ങനെ കോമ്പറ്റീഷനൊക്കെ കുറേ കുട്ടികൾ പാടാറുണ്ട്. ചിത്രയുടെ സിനിമകളിൽ പാടിയ പാട്ടുകളെക്കാൾ പോപ്പുലർ ആയിട്ടുള്ളത് നോൺ ഫിലിമി പാട്ടുകൾ, ഡിവോഷണൽ സോങ്സ് ഒക്കെ, ഡിവോഷണലും ഓണപ്പാട്ടുകളും ഇതൊക്കെയാണ് സിനിമ പാട്ടുകളെക്കാൾ എല്ലാവർക്കും അറിയാവുന്നത്. ഞങ്ങളൊന്നിച്ച് ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ പലപ്പോഴും പ്രോഗ്രാം ചെല്ലുമ്പോൾ നമ്മുടെ സിനിമ പാട്ടുകളൊക്കെ പാടി ഒരു പ്രോഗ്രാം ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഓഡിയൻസ് ആരെങ്കിലും ചോദിക്കും, ചിത്ര ചേച്ചി മറ്റേ പുഴയുടെ തീരത്തൊന്ന് കാണാമോ, അല്ലെങ്കിൽ വേറെ പള്ളികളിലൊക്കെ ആണെങ്കിൽ ക്രിസ്ത്യൻ ഡിവോഷൻസ് ചോദിക്കും, അല്ല ഹിന്ദു ഡിവോഷൻസ് ചോദിക്കും. അപ്പം അങ്ങനെ ഒരു പാട്ടുകളുടെ പ്രശസ്തിയുള്ള ആളാണ്. പുഴയുടെ തീരത്തൊരുത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. പുഴയുടെ തീരത്തൊരുത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. പുഴയിലൊരാകാശം കണ്ടു, മേലെ വാനിൽ പാൽപ്പുഴ കണ്ടു, തുഴയാതെ ഒഴുകി വരും തിരുവോണത്തോണികൾ കണ്ടു. തിരുവോണ തോണികൾ കണ്ടു. പുഴയുടെ തീരത്തൊരുത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. ശ്രീനിധി, ഇപ്പോൾ ഈ പാട്ടുകളൊക്കെ കേൾക്കുന്ന നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ടവരാണെങ്കിലും പഴയ ആളുകളാണെങ്കിലും ഇത് ആര് പാടിയെന്നോ ഇത് ആര് സംഗീതം ചെയ്തെന്നോ എഴുതുന്നോ ഒന്നും അന്വേഷിക്കാൻ ശ്രമിക്കാറില്ല. ശരിക്കും ഈ പാട്ടിൻ്റെ ക്രെഡിറ്റ് അതിൻ്റെ ശില്പികൾക്ക് കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ ചിത്രയ്ക്ക് കുറച്ചുകൂടെ കിട്ടിയിട്ടുണ്ട്. ചിത്രയാണ് പാടിയെന്നുള്ളത് കുറേ ആളുകൾക്ക് തിരിച്ചറിയുന്നുണ്ട്. കാര്യം ഒന്നാമത് അതിൻ്റെ വീഡിയോ ഉണ്ട്. മാത്രമല്ല ചിത്ര ഇതുപോലെ മീഡിയയിൽ പലപ്പോഴും പാടുന്നു, നമ്മൾ പ്രോഗ്രാമിന് പാടുന്നു. പക്ഷേ ഇതിനെ എഴുതിയ ഒരുപാട് നല്ല പാട്ടുകൾ എഴുതിയിട്ടുള്ള രാജേഷ് അത്തിക്കയത്തെ എത്രത്തോളം അറിയാം? ഇത്രയും പോപ്പുലറായ പാട്ട് എഴുതിയ ആളല്ലേ. മ്യൂസിക് ചെയ്ത ജോജി ജോൺസ് എത്രയോ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്, ഡിവോഷൻസും ഓണപ്പാട്ടുമൊക്കെ ചെയ്തു. ജോജിയെ അറിയുന്നില്ല. വേറൊരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കാം. ഓണപ്പാട്ടിന് താളം തുള്ളും തുമ്പപ്പൂവേ, ഈ പാട്ട് അറിഞ്ഞുകൂടാത്ത മലയാളി ഇല്ല. ഇത് എഴുതിയത് ആരാണ് സംഗീതം വല്ല പിടിയുണ്ടോ? ബ്രിജേഷ് എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഈ പാട്ട് എഴുതിയിരിക്കുന്നത്. മ്യൂസിക് സബീഷ് ജോർജ്. പക്ഷെ ഇവരെയൊന്നും അറിയുന്നില്ല. ഈ പാട്ട് വളരെ പോപ്പുലർ. ഇതിൽ ആ സബീഷ് ജോർജ് തന്നെയാണ് പാട്ട് പാടിയിരിക്കുന്നത്. പക്ഷെ ഇത് ഞാനവരെ നേരിട്ട് എനിക്ക് പരിചയമില്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാനിത് തപ്പി കണ്ടുപിടിച്ചാണ് ഇവര്. കാര്യം ഇത്രയും പോപ്പുലറായ ഒരു പാട്ട് ചെയ്തവരെ തിരിച്ചറിയണ്ടേ? സത്യം, അതൊരു പുതിയ കാലത്തിന്റെ ഒരു പ്രശ്നമാണ്. അതിന്റെ റീമിക്സ് വരെ ഉണ്ട്, പക്ഷേ നമ്മള് അന്വേഷിക്കുന്നില്ല. അതെ.